ആ ഈ ആമിനയിലെ ഒരു കാര്യം അറിയാതെ ഉണ്ടാകാൻ നിൽക്കൂല. നിങ്ങളിപ്പോ എന്തിച്ചിട്ടേ പിന്നെ കാക്കാനോട് പറഞ്ഞിട്ട് പോവാന് ടൂർ പോവാന് ഞാൻ പോയിക്കോളാം. ആ മക്കളെ സ്നേഹമൊക്കെ മനസ്സിലിരിക്കട്ടെ. അമ്മസാങ്ക പണ്ടെടുത്തത് ആദ്യം തരട്ടെ. സുഖാണിപ്പ അൽഹംദുലില്ലാ. നല്ല വർത്താനം എങ്ങനെ പോണു. അതെ പിന്നെ എന്നാണ് ടിക്കറ്റ് എടുക്കാൻ വന്നിട്ട് എത്ര ആയിട്ട് 2 ആഴ്ച ആയിട്ടുള്ളത്. പോകാനായില്ലപ്പാ. അതിന്റെ ഇടയിൽ കുട്ടി ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട്
അതൊക്കെ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ. നോക്കണ്ട, അതിന്റെ ജോലിക്ക് കിട്ടിക്കോളും. എന്താ അങ്ങനെ പോകുന്നു, കുഴപ്പമില്ല. തന്നെയാണ് അത് സാറില്ല. ഞാന് അങ്ങനെ കാണാനോ എഴുതിട്ട് വിളിച്ചു പറഞ്ഞാൽ മതി. ഇപ്പത്തെ ഈ സർക്കാരൊക്കെ വിളിച്ചു പറഞ്ഞാൽ മതി. പക്ഷെ അങ്ങനെ കാണാനോ എഴുതിയിട്ട് അങ്ങനെ പോകുന്നത്. പണ്ട് അന്ന് അങ്ങനെ തിരക്ക് പിടിച്ചിട്ട് ഓടിയതല്ലേ ഓടിയത്. ഞാൻ വിളിച്ചത് ഞാന് ഇപ്പൊ വിളിക്കാതെ വന്നത് രാവിലെ അല്ലേ. അവന് ഇവിടെ ഉണ്ടാവുന്ന എഴുതിയിട്ട് അങ്ങനെ രാവിലെ പോകുന്നതാണ്. ക്ലാസ് ഉണ്ട്, ക്ലാസ് അറിയാൻ ഇനിയിപ്പോ പോകാനായില്ലേ. ആ ചായ എടുക്കച്ച് ഓളെ ഞാനിത് നിൽക്കാൻ നേരമല്ല. ഇനി ഗുളികയുടെ സമയമായിരുന്നു. ഞാൻ ഗുളിക കുടിക്കാൻ രാവിലെ നേരത്തെ പോകുന്നതാണ്. ഞങ്ങൾക്ക് പോവാന്നോ. പിന്നെ റസ്യ ഈ പിന്നെ റസാക്കം തമ്മി വന്നു കഴിഞ്ഞാലേ പറയോട് പിന്നെ വന്നിരുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞോളാട്ടോ. ഞാൻ നിർബന്ധിച്ചിട്ട് അങ്ങനെ പോന്നാണ്. ഞങ്ങള് പോട്ടോ. ശരി, സ്റ്റാർട്ട് ആയിക്കോ. വിളിച്ചോണ്ടിട്ടാ. ആമാ വലൈക്കും സ്ലാം. പിന്നെ എന്താ പരിപാടി? ഒന്നല്ല, ഞാൻ എന്നോട് പറഞ്ഞല്ലേ നാളെ രാവിലെ ടൂർ പോകണ്ടാണ്. രാവിലെ 5 മണിക്ക് നീച്ചിട്ട് പോകും. അപ്പൊ ആ ചെക്കന്മാർ ഇവിടെ വന്ന് ഓണടിക്കുന്ന നേരത്തെ നമ്മളെ ഭാഗത്ത് റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതേ കാലം പിന്നെ വണ്ടിയിൽ അന്നാ വേഗം പോര് വന്നു എന്നല്ല അങ്ങോട്ട് പോര്. വേഗം വാതൊക്കെ എടുത്ത് വെച്ച് അത് അവിടെ വെച്ച് അങ്ങനെ മാറ്റി വെച്ചതാ. വേറെ പോര് ഇവിടെ പോര് വേഗം എടുത്ത് വെക്കല. അതിപ്പോ എന്റെ കാര്യമൊക്കെ അറിയാം. ഇതിപ്പോ വരാന്ന് പറഞ്ഞ ഒരു അരമണിക്കൂറാണ് നമുക്ക് എൻ്റെ ഇപ്പോ. എന്നാ വേറെ പോരുന്ന കേട്ടോ. എടുവാ രാവിലെ ഇതൊന്നും തരുമെന്ന് ആൾക്കാണ് ചെയ്താൽ പറഞ്ഞതൊക്കെ ഇതൊന്നും ചെയ്യുന്നേ. അങ്ങനൊന്നുമില്ല. എന്നാൽ നിങ്ങൾ രസല്ലേ, അതൊരു സുഖം വേറെ തന്നെയാണ്. അതൊന്ന് പ്രസ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ വന്നല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞത്. അവിടെ കണ്ണൂര് ഉള്ള ഞാൻ പറഞ്ഞ സ്റ്റാൻഡിനോട് ഫോൺ വിളിക്കുമ്പോൾ കണ്ണൂക്കാരൻ അങ്ങനെ പറഞ്ഞോണ്ട് നല്ല സൗന്ദര്യം ഞാൻ വിളിക്കുമ്പോ എപ്പോഴും ഞാനല്ല വിളിക്കില്ലേ. അപ്പൊ ശല്യം പറയാം. ഓനാണ് ഓനെ വിചാരിക്കും നിങ്ങളെ റൂമിൽ ആകെ വിളിക്കണ കൂടുതൽ ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ വിളിക്കുമ്പോ പൈസ മുഴുവൻ നാട്ടിൽ പോന്നിട്ടില്ല. ഇല്ല, അവൻ അടുത്ത കാര്യം കൊണ്ട് തന്നെ
നല്ലയാളായപ്പോഴത്തേന് ആ ഈ ആമിനെ ഒരു കാര്യം അറിയാതെ ഉണ്ടാകും